രാഹുൽ ജി നാഥ് തന്നെ നമുക്കിപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എന്ത് രസമുള്ള ഒരു കാഴ്ചയല്ലേ 4 കുട്ടികൾ ഇങ്ങനെ ഒന്നിച്ചു പോകുന്നത്. ഒരു വീട്ടിൽ നിന്നുള്ളവർ ഇപ്പോൾ അവരാദ്യമായിട്ട് വിദ്യയുടെ ആദ്യ പാഠങ്ങൾ തേടി എത്തുന്നതാണ്. അവർക്ക് പക്ഷേ ഒരു സങ്കടമൊന്നുമില്ല. കാരണം വീട്ടിൽ കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ ഒരുമിച്ച് തന്നെയുണ്ട്. അപ്പോൾ കൂട്ടുണ്ട് തുടക്കം മുതൽ തന്നെ. രാഹുലിന് എന്താണ് പറയാനുള്ളത്? ഈ 4-5 കുട്ടികൾ ഒരു വീട്ടിലുണ്ടാകുന്ന അവസ്ഥയെ പറ്റിയൊക്കെ പലപ്പോഴും ഗൗരവത്തിലും തമാശയിലും ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഭയങ്കര രസമായിരിക്കും. പലരും പല മേഖലയിൽ ചിന്തിക്കും, പല മേഖലയിലേക്ക് പോകും എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രതീക്ഷയുണ്ട്, അമിത പ്രതീക്ഷയുണ്ട്. അങ്ങനെയൊന്നും പ്രതീക്ഷ വയ്ക്കാൻ കഴിയുമോന്നും അറിയില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ പറയുന്നതാണ്, ഈ ഒരു വീട്ടിൽ ഇത്ര കുട്ടികൾ വന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക്. ഇവിടെ എന്തായാലും ആ ഒരു കൗതുകവും രസവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ അമ്മയ്ക്കും അച്ഛനുമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം സൂചിപ്പിക്കേണ്ടത്. കാര്യം പല പല സംശയങ്ങളായിരിക്കും 4 പേരും ചോദിക്കുക. ഒരു വിഷയത്തിന്റെ പല വീക്ഷണങ്ങളായിരിക്കും ഇതുവരെ മാതാപിതാക്കൾ കേട്ടുകൊണ്ടിരുന്നത്. അത് നേരെ ഇപ്പോൾ ടീച്ചർമാരുടെ അടുത്തേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അംഗൻവാടിയിലെ പ്രാഥമികമായ എന്താ പറയുക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴെന്തായാലും കിൻഡർ ഗാർഡൻ, അതും പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടി തന്നെയാണ്. അവിടേക്ക് പോകുമ്പോൾ അതേ സംശയങ്ങൾ ടീച്ചർമാരുടെ അടുത്തേക്ക് വരികയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഞാനും എൻ്റെ വീട്ടിൽ ഈ ചേച്ചിയുടെ മോനോടൊക്കെ സംസാരിക്കുമ്പോൾ പല സംശയങ്ങളാണ് നമ്മോട് ചോദിക്കുന്നത്. ചിലതൊക്കെ എന്താ അങ്ങനെയെന്ന് നമ്മളാണ് അപ്പോഴും ചിന്തിക്കുന്നത്. പലതിനും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ ഗൂഗിളിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ സംശയങ്ങൾ തീർക്കുന്ന ഒരു കൗതുകമാണ്. ഒപ്പം 4 പേർ ഒരുമിച്ച് ഹോംവർക്ക് എഴുതുന്നു, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വൈവിധ്യമായിരിക്കും ചിന്ത എന്നുള്ള ആ ഒരു വിഷയമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഒപ്പം ഈ 4 പേർ ഒരു സ്കൂളിൽ ഒരേ യൂണിഫോം ഇട്ട് ഒരേ വീട്ടിൽ നിന്ന് വരുന്നു, അറ്റൻഡൻസ് ബുക്കിൽ അടുത്തടുത്താകുന്നു. ഒരുപക്ഷെ ഭാവിയിൽ പരീക്ഷ എഴുതുമ്പോഴും അവർ ഒരേ സ്കൂളിലാണെങ്കിൽ ഒരുമിച്ച് തന്നെ ആകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും വൈവിധ്യമാർന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർ 4 പേരും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ് മുറിയിലേക്ക് പോകും ഭാവിയിലും എന്നുള്ള കൗതുക കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. അനു ബിജി ദമ്പതികളുടെ മക്കളായ ആദവും ആരവും ആൻവിയയുമാണ് പ്രീ-KG ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനെത്തിയത്. ഭയങ്കര സന്തോഷം, കാരണം ഇത്രയും വർഷം കാത്തിരുന്ന് കിട്ടിയതല്ലേ. അപ്പോഴും അവരെ ആദ്യമായിട്ട് സ്കൂളിലാക്കിയപ്പോൾ ഭയങ്കര സന്തോഷം. അറ്റൻഡൻസ് ബുക്കിലും 4 പേരുകളും അടുത്തടുത്ത് തന്നെ. ഇരട്ട കുട്ടികളൊക്കെ നമ്മുടെ സ്കൂളിലേക്ക് പ്രവേശനം നേടാറുണ്ട്. പക്ഷെ ഈ വർഷം ഒരു പുതിയൊരു അത്ഭുതമെന്ന് പറയട്ടെ. ഒരു വീട്ടിൽ നിന്ന് ഒറ്റ പ്രസവത്തിൽ ജനിച്ച 4 കുട്ടികൾ, 4 പിഞ്ചോമനകൾ ഈ വർഷം നമ്മുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതും ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു ദാനമായിട്ട് ഞങ്ങൾ കരുതുന്നു. 4 പേരുടെ ബാഗും കുപ്പിയും ഒക്കെ മുൻപ് ഒരേ നിറത്തിലായിരുന്നു. ഇന്ന് യൂണിഫോം കൂടിയാകുമ്പോൾ അവർ ഒന്നിച്ചു വരുന്ന കാഴ്ച വലിയ കൗതുകമാവുകയാണ്. ഒരേ വീട്ടിൽ നിന്നെത്തിയ 4 പേരും പഠിക്കട്ടെ, പല ചിന്തകളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമായി. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.